വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഈ അല്ലെ, ഈ രണ്ട് ചിഹ്നങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂഷൻ ഏതാണ്? ഉ ഊ. ഓക്കെ, ശരി. ആദ്യം തന്നെ ഉ എന്ന സൗണ്ടിന് ഏത് ചിഹ്നമാണ് വരുന്നത്? ഇതാണ്. ഇങ്ങനെ മേലോട്ടിട്ടപ്പോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ അത് ഊന്നായി. ഇനി ഊ എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക, താഴോട്ടേക്കാണ് വരിക. അപ്പൊ ഈ രണ്ട് ചിഹ്നങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മളിവിടെ എന്തെഴുതാൻ പോകുന്നത്? നിങ്ങൾ തന്നെ പറ. രണ്ട് ക്ലാസ് ആയിട്ട് നമ്മളിപ്പോ എഴുതുന്നതല്ലേ? എന്താണ്? ഊക്കി മാത്ര വാലെ ശബ്ദ് അല്ലേ? ഓക്കെ, ഊക്കി മാത്ര വാലെ ശബ്ദ്. ഓക്കെ, അപ്പൊ ഊക്കി മാത്ര വാലെ ശബ്ദിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും? ബരഗടി, അതല്ല ഇങ്ങനെ പറയുന്നത്. ക ഖ ഗ ഘ ങ. അതിന് നമ്മൾ ഊ എന്നുള്ള ചിഹ്നം ഇട്ടിട്ട് എങ്ങനെയാണ് വായിക്കുന്നത് അല്ലെ? എങ്ങനെയാണ്? കായിട്ടു. ഇനി ഈ ചിഹ്നം കു, മനസ്സിലായോ? കു എന്നാണ് ഇതിനെ വായിക്കുന്നത്. അതുപോലെ തന്നെ ഖു ഘു ഘു ങ. അപ്പൊ ഇത് ഫുൾ എങ്ങനെയാ റീഡ് ചെയ്യണേ? ഖു ഖു ഘു ഘു ങ. ചു ഛു ജു ഝു ഞ. ടു ഠു ഡു ഢു ണു. തു ഥു ദു ധു നു. പു ഫു ബു ഭു മു. യു രു ലു വു ശു ഷു സു ഹു ക്ഷു ത്രു ഞ്ഞു. മനസ്സിലായോ? ഒരു എന്താ പറയുക, ഒരു ഫണ്ണായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ബുദ്ധിമുട്ടായിട്ട് ചിലർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് ഇതിന്റെ ബേസ് ആണ്. നമ്മളിത് ഇങ്ങനെ തന്നെ പഠിച്ചേ പറ്റൂ കേട്ടോ. ഇത് ഇതുപോലെ തന്നെ എഴുതി വെക്കുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അതിൻ്റെ അടിയിൽ നമുക്ക് ഇതിന്റെ ശബ്ദങ്ങൾ എഴുതാം. ശബ്ദങ്ങൾ എഴുതി പഠിക്കാം. ഓക്കെ, ശരി. ആദ്യം തന്നെ ഉ, പുൾ. പുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജാണ്. ഓക്കെ, പുൾ. അപ്പൊ ഈ പുൾ എങ്ങനെ എഴുതുക? ആദ്യം തന്നെ പായ എഴുതണം, പ. എന്നിട്ട് ഊക്കി മാത്രം പൂ. ഓക്കെ, പിന്നെ ലൈനെ നമ്മൾ ല മാത്രം ലാസ്റ്റ് എഴുതുമ്പോൾ എന്നാണ് വരിക കേട്ടോ. പുൾ. ചിലയിടങ്ങളിൽ എന്നതിന് പകരം എന്നുള്ള ഒരു സൗണ്ട് വരും ലായ്ക്ക്. ഓക്കെ, ഇവിടെ ആണ്, പുൾ എന്നാണ് പറയാ. ഓക്കെ, അടുത്തത് പുത്ര. പുത്ര ഇതുപോലെ തന്നെ പൂ ത്ര. ത്രയുണ്ട് ഇവിടെ അല്ലെ? പുത്ര, അതാണ്. ഇനി കുഷ്. കുഷ് എങ്ങനെ എഴുതാം? ഖു ഖു ഖു. വെറും കായല്ല, ഖുഷ് എന്നാണ്, ഉള്ളിൽ നിന്നാണ് കേട്ടോ, ഖുഷ്. പിന്നെ ഷ്. ഷ് എന്ന് പറയുമ്പോ ഷ ഷ ഷ, ഖുഷ്. ഇനി ഗുലാബ്. ഗുലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുഷ് എന്ന് പറഞ്ഞാൽ ഹാപ്പി, അതാണ് കേട്ടോ. ഇനി ഗുലാബ്. ഗുലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോസാപ്പൂ എന്നാണ്. അപ്പൊ ഗു ലാ ആക്കി മാത്രം. ഓക്കെ, ബ. അത് തന്നെ ഘ ഘു. ഓക്കെ, ഇനി ല. അതിന്റെ കൂടെ ഒരു ആക്കി മാത്രം, ഒരു വരയും കൂടി വേണം. ഗുലാബ്. ഓക്കെ, ഇനി ബാസെ ബസ്. ബ. ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ. അതുപോലെ തന്നെ സാബൂൻ. സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ്. സായിട്ടു ആക്കി മാത്രം ഇട്ടു, ഹായിട്ടു ഊക്കി മാത്രം ഇട്ടു, ന. സാബൂൻ. കണ്ടോ എത്ര മാത്രമാണ് ഇതിൽ വരുന്നത് അല്ലെ? എത്ര ചിഹ്നങ്ങളാ? ആയുടെ ചിഹ്നം വന്നു, ഊയുടെ ചിഹ്നം വന്നു, സാബൂൻ. ഓക്കെ, ഗുലാബിലും അങ്ങനെ തന്നെ ആയുടെ ചിഹ്നമുണ്ട്, ഊയുടെ ചിഹ്നമുണ്ട് അല്ലേ? ഓക്കെ, സുബഹ്. സുബഹ്. സുബഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ സു ബ ഹ എങ്ങനെ എഴുതാം? സ എഴുതി, ഇനി ഊക്കി മാത്രം. അത് കഴിഞ്ഞാൽ ഭ ഹ. സുബഹ്. സുബഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ. ഓക്കെ, അപ്പൊ ഇതാണ് ഊക്കി മാത്രമാണ് ശബ്ദം. ഇത്രയും പറയുന്നുള്ളൂ. ഒരുപാട് ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ഒരുപാട് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
എല്ലാത്തിനും ഒരു 5 ബൈഹാർട്ട് ചെയ്തിരുന്നാൽ മതി. പിന്നെ നമുക്ക് പാരഗ്രാഫ്സ് എല്ലാം വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നോളും കേട്ടോ. കുറെ ഒരു 5-10 വേർഡ്സ് ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഇനി ആരുടെയും കയ്യിൽ ഹിന്ദി ബുക്സ് ഉണ്ടാവും, മക്കളുടെ കയ്യിലാണെങ്കിൽ സ്കൂളിലെ ബുക്ക് ഉണ്ടാവും. അതിൽ നോക്കുക, നിങ്ങൾ പഠിക്കുന്ന ഓരോ വാക്കുകളിലും ഇപ്പൊ നിങ്ങൾ ആ എന്നുള്ള മാത്രം പഠിച്ചു, ഈ എന്നുള്ളത് പഠിച്ചു, ഈ എന്നുള്ള ചിഹ്നം പഠിച്ചു, ഊ എന്നുള്ളത് പഠിച്ചു. അപ്പൊ അതൊക്കെ നിങ്ങൾ കൂട്ടി വായിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഊക്കി മാത്ര വലെ ശബ്ദ്. ഇനി ഊക്കി മാത്ര. അപ്പൊ ഇവിടെ നമ്മൾ ഊ എന്ന് എഴുതി കേട്ടോ. ഊക്കി മാത്ര വലെ ശബ്ദ്. അപ്പൊ അവിടെ ഉണ്ടാവും കു ഖു ഗും ഗും ങ എന്ന് പറഞ്ഞത് കു ഖു 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 ങ അല്ലേ? ഓക്കെ, എങ്ങനെയാണ്? താഴോട്ടാണ് കുതിപ്പ്. നമ്മൾ ഇത് ഇങ്ങോട്ട് ഇട്ടപ്പോ ഇത് താഴോട്ട് ഇട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. കു ഖു 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 ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും ഞാൻ ഫുൾ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് വായിക്കുക? ഇത് മുഴുവൻ അതുപോലെ തന്നെ വായിക്കണം. ചൂ ചൂ ജൂൺ ജൂൺ ഞ ടു ടു ഡൂൺ ഡൂൺ നു, അതുപോലെ ഫുള്ള് വായിക്കാം. ഓക്കെ, ശരി. ഇനി നമുക്ക് ശബ്ദങ്ങൾ എഴുതാം. ആദ്യം തന്നെ നമ്മൾ ഹിന്ദിയിൽ പൂവിനെ പറയുന്നത് ഫൂൽ എന്നാണ്. ഫൂൽ. അപ്പൊ ഫ എഴുതാം അല്ലെ? ഫ, താഴെ ഊക്കി മാത്രം ഫൂ. ഇനി ല, ഫൂൾ. ഇവിടെ നമ്മള് ലൈന് ഇൽ എന്നാണ് അല്ലെ പ്രൊനൗൺസ് ചെയ്തത്. നമ്മൾ ഊക്കി മാത്രയിൽ ഫുൾ പഠിച്ചു, അവിടെ ഇൽ എന്നാണ് പ്രൊനൗൺസ് ചെയ്തത്. ഡൗട്ട് ഒന്നും വേണ്ട. കുറെ നമ്മൾ വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ല എൽ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്, എവിടെയാണ് ല എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫൂൽ. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്. ഇനി ആലു. ആലു. ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാറ്റോ. അപ്പൊ എവിടെയാണ് നിങ്ങൾ ഇവിടെ എവിടെയും നോക്കണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? സ്വരാക്ഷരങ്ങളിലാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആന്ന് എഴുതി. അതിന് എക്സ്ട്രാ ചിഹ്നമൊന്നുമില്ല, ഒറ്റ വാക്കാണ് അല്ലേ? ഇനി ഒറ്റ അക്ഷരമാണ്. ഓക്കെ, ഇനി ല. ഇനി ഊക്കി മാത്രം ആലു. ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാറ്റോ. ഇനി ജൂത്ത. ജൂത്ത എന്ന് പറഞ്ഞാൽ ഷൂ കേട്ടോ. ജ എഴുതി, ജൂ, ത എഴുതി, ആക്കി മാത്രം ഇട്ടു. ഓക്കെ, ജൂത്ത. മനസ്സിലാവുന്നുണ്ടോ? റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല. നിങ്ങളിപ്പോ റീഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. എഴുതാനും റീഡ് ചെയ്യാനും മാത്രം നിങ്ങൾ മൈൻഡ് വെച്ചാൽ മതി. അർത്ഥമൊക്കെ ഇപ്പൊ മറന്നുപോയെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ശരി, ഇനി സൂരജ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. എങ്ങനെ എഴുതാം? സ എഴുതി, ഊക്കി മാത്രം എഴുതി, രാ എഴുതി, ജ എഴുതി. സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ. ഓക്കെ, അടുത്തത് കബൂത്തർ. കബൂത്തർ. കബൂത്തർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാവ് കേട്ടോ. കബൂത്തർ. ദാ ക. ഇനി ബൂ. ബസിന്റെ ഭ. ഭ ഭൂ ത ര. കബൂത്തർ. ഓരോ അക്ഷരങ്ങളും പറഞ്ഞ് എഴുതുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. കബൂത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവ്. ഇനി അടുത്തതാണ് ഖജൂർ. ഖജൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ്സ് ആണ്. ഓക്കെ, ഖജൂർ. ഖ ഖ കായല്ല, ഖ. ഖ ജ ജു ര. ഖജൂർ. മനസ്സിലാവുന്നുണ്ടോ? ഖജൂർ എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ്. അപ്പൊ നിങ്ങൾ ഇതാണ് ഊക്കി മാത്രം വലെ ശബ്ദം എഴുതി പഠിക്കാം. നന്നായിട്ട് ഹൃദയാക്കുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഫൂൽ, ആലു, ജൂത്ത, സൂരജ്, കബൂത്തർ, ഖജൂർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതി പഠിക്കുക, നന്നായിട്ട് ഹൃദയാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. ടീച്ചർ ക്ലിയർ ചെയ്ത് തന്നേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.